ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സനാസ് എജു ടിപ്സ്. എക്സാം ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ കേറ്റഡ് കാറ്റഗറി 2 എക്സാം കഴിഞ്ഞു. നമ്മുടെ ക്യാപ്സ്യൂളിൽ നിന്നും അതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാറ്റഗറി 3യും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ് എല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നമുക്ക് അറിയാം ഇതൊരു പുതിയൊരു ചാനലാണ്. അതുകൊണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി നമ്മളിപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ നാളെ എക്സാം ആണല്ലോ, സോ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അഡോളസൻസ് സൈക്കോളജിയുമായി റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞവർ റിവിഷനൊക്കെ എടുക്കുക, ഏതെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. അഡോളസൻസ്. അപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് ആദ്യം അറിയണം അഡോളസൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 12 to 19 വരെയുള്ള ഏജ് ഗ്രൂപ്പുള്ള കുട്ടികളിലാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് ആണ് അത്. അപ്പോൾ അഡോളസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാലും സെക്കൻഡറി സ്കൂൾ സ്റ്റേജ് കഴിഞ്ഞാൽ സെയിം ആണ്. അതിനൊരു ഏജ് ലിമിറ്റ് വരുന്നത് 12 to 19 ആണ്. ഓക്കെ, ദെൻ ദ വേർഡ് അഡോളസൻസ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് അഡോളിസർ. ലാറ്റിൻ പദമായ അഡോളിസർ നിന്നാണ് അഡോളസൻസ് എന്ന് പറയുന്ന വേർഡ് വന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ടു ഗ്രോ ടു മെച്യൂരിറ്റി. ടു ഗ്രോ ടു മെച്യൂരിറ്റി. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ വെൻ ചേഞ്ചസ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ആർ ദ മോസ്റ്റ് റാപ്പിഡ്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ, അത് അഡോളസൻസ് എന്ന് പറയുന്ന ഒരു പീരീഡിലാണ് ഏറ്റവും കൂടുതൽ എന്താണ് ചേഞ്ചസ് ഓഫ് ബിഹേവിയറും അതുപോലെ തന്നെ കുട്ടികളിൽ അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ് ഒക്കെ റാപ്പിഡായിട്ട് നടക്കുന്ന ഒരു ടൈമാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് രണ്ട് ഡെഫിനിഷൻസ്, ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് രണ്ടെണ്ണം പഠിക്കാനുണ്ട്. അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, സ്ട്രോം ആൻഡ് സ്ട്രൈഫ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹാൾസ് ആണ്. ദെൻ അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത് ആണ്. ഓക്കെ, അഡോളസൻസ് ഇസ് ദ പീരീഡ് ഓഫ് ഗ്രേറ്റ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആൻഡ് സ്ട്രോം ആൻഡ് സ്ട്രൈഫ് എന്ന് പറഞ്ഞത് ആരാണ്? സ്റ്റാൻലി ഹാൾസ്. ആൻഡ് അഡോളസൻസ് ഈസ് ദ പീരീഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി എന്ന് പറഞ്ഞത് ഹോളിംഗ്വർത്ത് ആണ്. ഈ രണ്ട് ഡെഫിനേഷൻസും ഒത്തിരി പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം നമുക്ക് അഡോളസൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കാറ്റഗറി 3 ആണ്, ഹൈസ്കൂൾ സ്റ്റുഡൻസിനെയാണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത്. അവിടെ അഡോളസൻസ് ഏജിലുള്ള കുട്ടികളാണ്. സോ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് എക്സാമിൽ ചോദിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അഡോളസൻസുമായ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് വേഗം പറഞ്ഞു പോവുകയാണെ. അവർ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ്. അപ്പോൾ അവർ എന്തൊക്കെയാണ് സൈക്കോളജിക്കൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇൻറ്റൻസിലി ഇമോഷണൽ. അപ്പോൾ ഹൈലി ഇമോഷണൽ ആയിരിക്കും അവർ. പിന്നെ എന്താണ്? ഹീറോ വർഷിപ്പറാണ് അവർ. ഓക്കെ, ദെൻ സെൽഫ് കോൺഷ്യസ്നെസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെക്സ് കോൺഷ്യസ്നെസ്സും കൂടുതലായിരിക്കും. ഡേ ഡ്രീമിംഗ് ആയിരിക്കും. ദെൻ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ അവർ ഒത്തിരി ഫോം ചെയ്യും. അതേപോലെ തന്നെ ടെൻഡൻസി ടു റിവോൾട്ട് എഗെയിൻസ്റ്റ് അതോറിറ്റി. അവരെപ്പോഴും എന്താണ്? ആരും കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ സോ അവരെന്താ? ദേ ഹാവ് എ ടെൻഡൻസി ടു റിവോൾട്ട് എഗെയിൻസ്റ്റ് ദാറ്റ് അതോറിറ്റി. ഓക്കെ, ദെൻ ഓൾസോ ദ പീരീഡ് ഓഫ് എക്വയറിംഗ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് നീഡഡ് ഫോർ ദി ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ സൊസൈറ്റി. ഈ ഒരു അഡോളസൻസ് പീരീഡിൽ തന്നെയാണ് എന്താണ് നല്ല നല്ല ആറ്റിറ്റ്യൂഡ്സും അതുപോലെ വാല്യൂസും ഒക്കെ നമ്മുടെ സൊസൈറ്റി, നല്ല ഒരു ബീയിങ് ഗുഡ് മെമ്പർ ഇൻ സൊസൈറ്റി എന്നൊരു രീതിയിലേക്ക് മാറാൻ അവർക്ക് ആ ഒരു ഏജിലാണ് ആ ഒരു അക്വയർ ചെയ്യാനുള്ള ടെൻഡൻസിയും കൂടുതലുള്ളത്. ഓക്കെ, ദ പീരീഡ് ഓഫ് അക്വയറിംഗ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് ആണ് നീഡഡ് ഫോർ ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി. ഓക്കെ, ദെൻ സ്ട്രോങ് ഡിസയർ ടു അച്ചീവ് സെൽഫ് സഫീഷ്യൻസി ആൻഡ് മേക്ക് ഹിംസെൽഫ് ക്വൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് ആൻ അഡൾട്ട് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അവർക്ക് എന്താണ്? അവർ ഇൻഡിപെൻഡൻ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഒരു അഡോളസൻസ് ഏജുകാരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം വെച്ചാൽ അവർ ദേ ആർ ബിക്കം എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് എൻ അഡൾട്ട്. അവരൊരു അഡൾട്ടിനെ പോലെ ഇൻഡിപെൻഡൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ബി ആൻ അഡൾട്ട് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിൽ അവരൊരു അഡൾട്ട് മെമ്പറെ പോലെ ആവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ ദേ ഹാവ് എ സ്ട്രോങ് ഡിസയർ ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി. ഓക്കെ, ഇതൊക്കെയാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ കാര്യം നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലുകൊണ്ട് അത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് കാരണം നിങ്ങൾക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒരു 3 എണ്ണം തന്നിട്ട് പിന്നെ ഒന്ന് പുറത്തുനിന്ന് തരും, വേറെ അല്ലാത്തത് തന്നിട്ട് ഇതിൽ ഏതാണ് വിച്ച് ഈസ് നോട്ട് ദ സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഏതൊക്കെയാണ് സൈക്കോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡോളസൻസ് എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, വൺസ് അഗൈൻ പറയാം. ഇൻറ്റൻസിലി ഇമോഷണൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഹൈലി ഇമോഷണൽ ആയിരിക്കും അവർക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഓക്കെ, ദേ ആർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കില്ല. ഓക്കെ, ദെൻ ഹീറോ വർഷിപ്പർ ആയിരിക്കും. ദെൻ സെൽഫ് കോൺഷ്യസ്നെസ് കൂടുതലായിരിക്കും. സെക്സ് കോൺഷ്യസ്നെസ് കൂടുതലായിരിക്കും. ഡേ ഡ്രീമിംഗ് ആയിരിക്കും.
പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പിൽ ഫോം ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെൻഡൻസി ഉള്ള ടൈമാണ് ഈ അഡോളസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ദെൻ ടെൻഡൻസി ടു റിവോൾട്ട് എഗെയിൻസ്റ്റ് അതോറിറ്റിയാണ്. ദെൻ പീരീഡ് ഓഫ് എക്വയറിംഗ് ദ ആറ്റിറ്റ്യൂഡ് ആൻഡ് വാല്യൂസ് നീഡഡ് ഫോർ ഇഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റിയാണ്. ദെൻ സ്ട്രോങ് ഡിസയർ ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് മേക്ക് ഹിംസെൽഫ് ക്വൈറ്റ് ഇൻഡിപെൻഡൻറ്റ് ലൈക്ക് ആൻ അഡൾട്ട് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഇവരുടെ മെൻറ്റൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അഡ്വാൻസ്ഡ് റീസണിങ് സ്കിൽസ്. ഓക്കെ, അഡ്വാൻസ്ഡ് റീസണിങ് സ്കിൽസ് ഉണ്ടാവുന്ന സമയമാണ് അഡോളസൻസ് എന്ന് പറയുന്നത്. ദെൻ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് സ്കിൽസ് അവർക്ക് ഡെവലപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് മെറ്റാകോഗ്നീഷൻ. അല്ല, മെറ്റാകോഗ്നീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മെറ്റാകോഗ്നീഷൻ മീൻസ് കൊഗ്നീഷൻ എബൌട്ട് കൊഗ്നീഷൻ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എബൌട്ട് തിങ്കിങ്. അല്ല, തിങ്കിങ് എബൌട്ട് തിങ്കിങ്, അതാണ് മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അവെയർനെസ് ഓഫ് വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്സ്. ഇതെന്താണ്? ഇറ്റ് ഈസ് ആൻ അവെയർനെസ് ഓഫ് വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്സാണ്. അപ്പോൾ ഇതൊരു ഹൈ ലെവൽ കൊഗ്നീറ്റീവ് ലെവൽ പ്രോസസ്സാണ്. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് വേർഡാണ് മെറ്റാകോഗ്നീഷൻ. മെറ്റാകോഗ്നീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് കൊഗ്നീഷൻ എബൌട്ട് കൊഗ്നീഷൻ, അല്ലെങ്കിൽ അതർ വേർഡ്സ് ഇറ്റ് ഈസ് തിങ്കിങ് എബൌട്ട് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ അവെയർനെസ് ഓഫ് വൺസ് ഓൺ തിങ്കിങ് പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ മെറ്റാകോഗ്നിഷൻ എന്ന് പറയുന്ന വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ദെൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പവർ ഓഫ് ഇമാജിനേഷൻ എന്തായിരിക്കും? ആ ഒരു സമയത്ത് അഡോളസൻസ് സമയത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ മെമ്മറി കൂടുതലായിരിക്കും, പവർ കൂടുതലായിരിക്കും. ക്രിട്ടിക്കൽ തിങ്കിങ് അതുപോലെ കൂടുതലായിരിക്കും. പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കൂടുതലായിരിക്കും. അറ്റൻഷൻ കൂടുതലുള്ള സമയമാണ്. മോറൽ തിങ്കിങ് അതുപോലെ ഡിസിഷൻ മേക്കിംഗ് ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അഡോളസൻസ്. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് പെർ പിയാഷെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി, ആസ് പെർ പിയാഷെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി അഡോളസൻസ് ആർ ഇൻ ഏത് സ്റ്റേജാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടില്ല അവരുടെ മെൻറ്റൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇതിൽ ആസ് പെർ പിയാഷെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി അഡോളസൻസ് ആർ ഇൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. മെറ്റാകോഗ്നീഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും, കാരണം അഡോളസൻസ് സ്റ്റേജിലുള്ളതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നമുക്ക് പറയാം ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടെ എന്താണ്, അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ അതിൽ വരുന്നതാണ്. സോ അതൊക്കെ നമുക്ക് കിട്ടും. പിന്നെ മെറ്റാകോഗ്നീഷൻ എന്ന് പറയുന്ന വേർഡ് ഓർക്കുക, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണെന്ന് ഓർക്കുക. അപ്പോൾ അഡ്വാൻസ്ഡ് റീസണിങ് സ്കിൽസ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇവരെ മോറൽ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും? അത് ഭയങ്കര ഐഡിയലിസ്റ്റിക് ആയിരിക്കും. അതുപോലെ കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, കാരണം ഈ ഒരു ടൈമിലാണ് ഇവർ പിയർ ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഒത്തിരി ഇൻവോൾവ് ആവുന്നതും പിയർ ഗ്രൂപ്പും അതുപോലെ മറ്റു എല്ലാ കാര്യങ്ങളും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോ അവരെന്ത് ചെയ്യും? ദേ ഹാവ് ടു കൺസിഡറേഷൻ ഫോർ അതേഴ്സ് എന്നുള്ളത് കൂടുതലായിരിക്കും. ദെൻ കമ്പാഷനേറ്റ് ആയിരിക്കും, അവർ മറ്റുള്ള ഹെൽപ്പ് ചെയ്യുന്ന ടെൻഡൻസിയൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും അവർക്ക്. അതുപോലെ തന്നെ ആസസ് മാറ്റർ ഓൺ മോറൽ ഗുണം, ഒരു മൊത്തത്തിൽ അവർ അവിടെ ഒരു സെൽഫായിട്ടുള്ള കാര്യം അധികം നോക്കത്തില്ല. ഭയങ്കര ഫ്രണ്ട്സും ഭയങ്കര കൂട്ടായ്മയൊക്കെ ആണല്ലോ അപ്പോൾ ഈ ഒരു ഏജിൽ. അപ്പോൾ എന്താണ്, അവർ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ എന്താണ് മോറൽ ഗ്രൗണ്ടിൽ അസസ് ചെയ്യാനുള്ള ഒരു കഴിവും ആ സമയത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോറൽ ഡെവലപ്മെൻറ്റ് വരുന്ന കാര്യം ഐഡിയലിസ്റ്റിക്, കൺസിഡറേഷൻ ഫോർ അതേഴ്സ്, കമ്പാഷനേറ്റ്, അസസ് മാറ്റർ ഓൺ മോറൽ ഗ്രൗണ്ട്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ദെൻ നെക്സ്റ്റ് ഒരു പോവാം സോഷ്യൽ ഡെവലപ്മെൻറ്റ്. ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരിക്കും? സീക്കിംഗ് മോർ ഇൻഡിപെൻഡൻസ്. അവർക്ക് എന്താണ്, ഈ ഒരു ഏജിലുള്ള കുട്ടികൾക്ക് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പാരൻസുമായിട്ട് കൂടുതൽ ഇരിക്കാനോ അധികം ഇഷ്ടപ്പെടില്ല, പുറത്തായിരിക്കും ഒത്തിരി പുറത്തും ഫ്രണ്ട്സിനൊപ്പം പുറത്ത് പോകും അല്ല. അപ്പോൾ സീക്കിംഗ് മോർ ഇൻഡിപെൻഡൻസ്, അവർക്ക് ആരും അവരെ കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ സീക്കിംഗ് മോർ ഇൻഡിപെൻഡൻസ്. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്സ്. ഈ ഒരു സ്റ്റേജിൽ എന്താണ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ലുക്കിംഗ് ഫോർ ന്യൂ എക്സ്പീരിയൻസസ്, അവർക്ക് ഭയങ്കര ക്യൂരിയസ്, ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. സോ അവർക്ക് എന്താണ്, ലുക്കിംഗ് ഫോർ ന്യൂ പുതിയ എക്സ്പീരിയൻസ് അവർ ആഗ്രഹിക്കും. ദെൻ സ്റ്റാർട്ടിങ് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പ്ലോർ സെക്ഷൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതൊരു ഏജ് എന്ന് പറഞ്ഞാൽ പ്യൂബേർട്ടിയുടെ ഒരു ഏജ് കഴിഞ്ഞ് ഏജിൽ വരുന്നതല്ലേ. സോ അവർക്ക് അപ്പോൾ എന്താണ്, സ്റ്റാർട്ടിങ് ടു ഡെവലപ്പ് ആൻഡ് എക്സ്പ്ലോർ ദെയർ സെക്ഷൽ ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ സെർച്ചിങ് ഫോർ ഐഡൻറ്റിറ്റി ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ജെൻഡറിലാവാം, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിലാവാം, അല്ലെങ്കിൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലാവാം, അല്ലെങ്കിൽ ആൻഡ് ഫാമിലി എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇവരൊരു ഐഡൻറ്റിറ്റി സെർച്ച് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. അത് എങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാം? ബൈ ജെൻഡറിലൂടെ ആവാം, പിയർ ഗ്രൂപ്പിലൂടെ ആവാം, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ ആവാം, അല്ലെങ്കിൽ ഫാമിലി എക്സ്പെക്റ്റേഷൻസിലൂടെ ആവാം. ഓക്കെ, അപ്പോൾ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇമോഷണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇമോഷണൽ ആകുമ്പോൾ ഒത്തിരി പറയാമെന്നില്ല. അവർക്ക് എന്താ ഇമോഷണലി എന്താ പറയുക, അത്ര സ്റ്റേബിൾ ആയിരിക്കില്ല, പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ മാത്രമേ ഇമോഷണൽ ഡെവലപ്മെൻറ്റിൽ വരുന്നുള്ളൂ. സോ ഞാൻ PPT ആയിട്ട് തന്നിട്ടില്ല.
ദെൻ ഇനിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എറിക് എറിക്സൺ ബിലീവ് ദാറ്റ് എവറി സ്റ്റേജ് ഓഫ് ലൈഫ് ഇൻവോൾവ്ഡ് എ സ്പെസിഫിക് സൈക്കോസോഷ്യൽ ടാസ്ക് നീഡ് ടു ബി റിസോൾവ്ഡ്. ഫോർ അഡോൾസൻസ് ദ ഇഷ്യൂ ദാറ്റ് റിസോൾവിങ് ഈസ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ടെൻഷനായോ? ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എറിക് എറിക്സൻ്റെ നമുക്ക് സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി പറഞ്ഞിട്ടില്ലേ, അത് നമുക്കൊരു 8 സ്റ്റേജോളം പറഞ്ഞിട്ടില്ലേ. അതിൽ അഡോൾസൻസിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നാണ്. അതായത് ഓരോരോ പെർട്ടിക്കുലർ സ്റ്റേജിലും അവർക്ക് എന്താണ്, അവർക്കൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം. എന്നാൽ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്താൽ മാത്രം അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ എല്ലാം ബാലൻസ്ഡ് ആവത്തുള്ളൂ. അത് നമ്മൾ ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയും. അപ്പോൾ എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം ഇവർ ഏത് അഡോൾസൻസ് ആറിൻ അവർക്കുണ്ടാവുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? ദേ ഹാവ് ടു റിസോൾവ് ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പോൾ എറിക് എറിക്സൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് അഡോൾസൻസിന് അവരുടെ ഏജിൽ അവർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റൽ ടാസ്ക് എന്ന് പറയുന്നത് ഏതാണ്? ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ മെൻ്റൽ അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് പറഞ്ഞു, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എല്ലാം പറഞ്ഞു. നെക്സ്റ്റ് ഇനി എന്താണ് ഇവർ പ്രോബ്ലംസ് നോക്കുക. എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസ്? ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് കോൺഫ്ലിക്റ്റ്. അതായത് ഈ അഡോൾസൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നെയ്തർ എ ചൈൽഡ് നോർ ആൻ അഡൾട്ട് എന്നൊരു സ്റ്റേജാണ് അല്ലേ. അവർ കുട്ടിയോ അല്ല എന്നാലോ അഡൾട്ടോ അല്ല. അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണ്. സോ അവർക്ക് അതിലൂടെ ഒത്തിരി പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് അവർ അഡൾട്ടായിട്ട് ഇതാക്കുന്ന സമയത്ത് എന്ത് വരും? ഓ നീ കൊച്ചല്ലേ, നീ അഡൾട്ടിനെ പോലെ ആക്കരുത്, നീ അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് പറയാറുണ്ട് വലിയവർ. അതേ സമയത്ത് അവരോ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലെ ചൈൽഡ്ഹുഡ് രീതിയിലുള്ള ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഓ നീ കുട്ടിയൊന്നുമല്ല വലിയ കുട്ടിയായി എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കോൺഫ്ലിക്റ്റ് അവർക്ക് വരാറുണ്ട്. സോ അവിടെ ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് കോൺഫ്ലിക്റ്റ് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടി വിത്ത് പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഓഫ് കോഴ്സ് അല്ലേ. അപ്പോൾ ഈ ഒരു ഏജിൽ ഇവരുടെ ഒരു തിങ്കിങ് എന്നുള്ളത് തോട്ട് എന്നുള്ളതും പാരൻസിൻ്റെ തോട്ടൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. സോ അവിടെ എന്താ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടി വരുന്നു വിത്ത് പാരൻസ് ആൻഡ് അതർ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, അതേപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് വിത്ത് ക്ലാസ് റൂം ആൻഡ് സ്കൂൾ ഡിസിപ്ലിൻ. ക്ലാസ് റൂമിലും ഇവർക്ക് എന്താൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് സംഭവിക്കാറുണ്ട്. ദെൻ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അതുപോലെ പ്രോബ്ലംസ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബർട്ടി. അവർക്ക് ഒത്തിരി ഫ്രീഡം ആഗ്രഹിക്കുന്ന ടൈമാണ്. സോ അവിടെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് വരുമ്പോൾ അവിടെ ആ ഒരു എന്താണ് ഫ്രീഡത്തിൻ്റെ പേരിൽ സം പ്രോബ്ലംസ് ദേ ഹാവ് ടു ഫേസ്. ഓക്കെ, പ്രോബ്ലംസ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബർട്ടി. അതുപോലെ ഹെൽത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. ദെൻ പിയർ പ്രഷർ ആൻഡ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. പിയർ പ്രഷർ അല്ലേ, ഇവർ പിയർ ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ഒരു ഏജാണ് ഈ അഡോൾസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പിയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അറിയാലോ, സെയിം ഏജിലുള്ള കുട്ടികൾ, സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ്, സെയിം ഏജും അതുപോലെ തന്നെ സെയിം ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ തമ്മിലുള്ള ഗ്രൂപ്പിൽ നമ്മൾ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെയിം മീൻസ് സിമിലർ ഏജ് ഉള്ള കുട്ടികളുടെ. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രഷേഴ്സ്, അവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെയുള്ള ഇത്തിരി പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. സോ ആ പിയർ പ്രഷർ അവർ ഈ അഡോൾസൻസ് നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ്. അപ്പോൾ ഇവർ ഈ ഒരു സമയത്ത് ഇവരുടേതായിട്ട് ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ആ സമയത്ത് അത് കറക്റ്റായി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്? ഐഡൻറ്റിറ്റി ക്രൈസിസ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടെയാണ്? നമ്മുടെ എറിക്സൻ്റെയാണ്. ഓക്കെ, ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടെയാണെന്ന്. അപ്പോൾ അത് ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത് എറിക്സൺ ഡെവലപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ പിയർ പ്രഷറും ഐഡൻറ്റിറ്റി ക്രൈസിസും എന്താണ് വൺ ഓഫ് ദ പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസ് ആണ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് സെക്സ് കോൺഷ്യസ്നെസ്, അതുപോലെ സെക്ഷൽ അബ്യൂസ്, ചൈൽഡ് അബ്യൂസ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഇവിടെ സബ്സ്റ്റൻസ് അബ്യൂസ് ഒക്കെ ഒത്തിരി ചോദിച്ചിട്ടുണ്ട്. ചൈൽഡ് അബ്യൂസുമായിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ബൂസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതുപോലെ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്, ഇല്ലീഗൽ സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ എന്താണ് ഇതുപോലെ തന്നെ സിസേഴ്സ്, അതുപോലെ തന്നെ ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അവർക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവർ ചിലപ്പോൾ എന്താണ് പിയർ ഗ്രൂപ്പിലൊക്കെ ഉള്ള സമയത്ത് ആരെങ്കിലും ഒരാൾ എന്ത് പറയും, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞ് നോക്കാം. അങ്ങനെ അവരെന്ത് ചെയ്യും, ഓരോരോ സബ്സ്റ്റൻസിന് അഡിക്റ്റ് ആവുന്ന ഒരു ഇതാണ് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവരെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 10 പ്രോബ്ലംസ്. ഒക്കെ ഒന്നുകൂടി പറയാം. ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് കോൺഫ്ലിക്റ്റ്, അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് വിത്ത് പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടി വിത്ത് ക്ലാസ് റൂം ആൻഡ് സ്കൂൾ ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബർട്ടി, health adjustment, peer pressure and identity crisis,
പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് സെക്സ് കോൺഷ്യസ്നസ്, സെക്ഷൽ അബ്യൂസ്, ചൈൽഡ് അബ്യൂസ്, സബ്സ്റ്റൻസ് അബ്യൂസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 10 പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ്. ഇനിയും നമുക്കുണ്ട്, പക്ഷെ നമ്മൾ മെയിനായിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. The needs of adolescence. Needs are the real activating force that push or pull an individual to act for achieving a specific goal. അപ്പോൾ എന്താണ് നീഡ് നോക്കുക. നീഡ് എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? നീഡ്സ് ആർ ദ റിയൽ ആക്ടിവേറ്റിംഗ് ഫോഴ്സ് ആണ്. നമ്മൾ ഒരു ഇൻഡിവിജ്വലിന് ഒരു സ്പെസിഫിക് ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ തള്ളുന്ന ഒരു ഫോഴ്സാണ് അല്ലേ, നമ്മളിലുള്ള ഒരു നമ്മളെ എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സാണ് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അഡോളസൻസിൻ്റെ നീഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഈ അഡോളസൻസ് സൈക്കോളജി എന്ന് പറയുന്ന നമ്മുടെ ടോപ്പിക്കിൽ, നമ്മുടെ കാറ്റഗറി 3യുടെ ടോപ്പിക്കിൽ സ്പെസിഫൈ എന്താണ് തന്നിട്ട് പറഞ്ഞ ഒരു കാര്യങ്ങളാണ് ഈ നീഡ്സ് ഓഫ് അഡോളസൻസ്, അതുപോലെ പ്രോബ്ലംസ് ഓഫ് അഡോളസൻസ് എന്നുള്ളതൊക്കെ. സോ നമ്മൾ അത് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം പ്രൈമറി നീഡ്സ്. അപ്പോൾ നമുക്ക് ഇവരെ അഡോളസൻസിൻ്റെ നീഡ്സിന് നമ്മൾ പ്രൈമറി നീഡ്സും ഉണ്ട്, അവർക്ക് സെക്കൻഡറി നീഡ്സും ഉണ്ട്. പ്രൈമറി നീഡ്സിൻ്റെ വേറെ ഒരു പേരാണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി നീഡ്സ് ഓൾസോ കോൾഡ് ആസ് ഫിസിയോളജിക്കൽ നീഡാണ്. പിന്നെ സെക്കൻഡറി നീഡ്സിന് എന്ത് പറയും? നമ്മൾ സൈക്കോ സോഷ്യൽ നീഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ പ്രൈമറി നീഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോളജിക്കൽ നീഡാണ്. സെക്കൻഡറി നീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് സൈക്കോ സോഷ്യൽ നീഡ്സ് ആണ്. അപ്പോൾ പ്രൈമറി നീഡ് ആ വേർഡ് പോലെ തന്നെ. അപ്പോൾ എന്താണ്? നീഡ് ഫോർ ഓക്സിജൻ, അതിൽ വരുന്ന കാര്യങ്ങളാണ് നീഡ് ഫോർ ഓക്സിജൻ, നീഡ് ഫോർ വാട്ടർ ആൻഡ് ഫുഡ്, നീഡ് ഫോർ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, ആൻഡ് ഓൾസോ ഈ ഒരു ഏജിൽ വരുന്നത് നീഡ് ഫോർ സെക്സ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സെക്കൻഡറി നീഡ്സ് അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ നീഡായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ്, നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ, നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, സൈക്കോ സോഷ്യൽ നീഡ്സ് ആയിട്ട് വരുന്നത് നീഡ് ഫോർ സെക്യൂരിറ്റി ആൻഡ് ലവ്, നീഡ് ഫോർ റെക്കഗ്നിഷൻ ആൻഡ് അപ്രൂവൽ, നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്. ക്ലിയർ അല്ലേ? അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനുണ്ട്, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടാക്കി പറയുന്നത്. അപ്പോൾ ഏകദേശം കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായി പറയുന്ന രീതിയിൽ പറഞ്ഞതാണ്. നമുക്ക് ഇനിയൊരു സെഷനിൽ ബാക്കി ലേണിംഗ് തിയറീസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ക്ലാസ് ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അതുപോലെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.